ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലാണ്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാവിലെ നാളെയാണ് ഉത്സവം. അപ്പൊ ഇന്നാണ് കലാപരിപാടികളൊക്കെ. പീലിക്കുട്ടീൻ്റെ ഡാൻസും ഉണ്ട്. പീലിക്കുട്ടീൻ്റെ കയ്യിലിരിപ്പോണ്ട് കൈക്ക് ചെറിയൊരു പരുക്കുണ്ട്. പക്ഷെ വേദന ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ എന്തായാലും കളിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഫുൾ കൈ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് തപ്പി പിടിച്ചപ്പോൾ ഇതാണ് കിട്ടിയത്. കുറച്ച് ലൂസ് ആണെങ്കിൽ ഞങ്ങൾ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഡാൻസ് കഴിഞ്ഞ് അപ്പം അഴിക്കാലോ, അപ്പം തന്നെ മതി, പ്രശ്നമൊന്നും ഇല്ലാന്ന്. പക്ഷെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സും ഈ തലയത്ത് തട്ടും ഇങ്ങോട്ട് അഴിക്കാണ്ടല്ലോ ആള് കൂട്ടാക്കി. പിന്നെ തട്ടം ഞാൻ അഴിച്ചെടുത്തതേ ഒന്ന് ഉറങ്ങിയപ്പോഴാണ്. ബാക്കി ഡ്രസ്സൊന്നും അഴിക്കാനേ സമ്മതിച്ചു. മോളെ പരിപാടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ചേച്ചീൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാ ചേച്ചീൻ്റെ ഡാൻസ് ആണ് കേട്ടോ. തിരുവാതിരക്കളിയാണ്, അതിൽ കോൽക്കളിയും കൂടെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ 2 ആഴ്ച മുമ്പേ നോലുമ്പൊക്കെ തുടങ്ങണതിനെ കൊണ്ട് വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളാണെങ്കിൽ മൊത്തം പരിപാടി കഴിയാനായിട്ട് അവിടെ നിന്നിട്ടില്ലേനി. അപ്പൊ പ്രൈസ് കൊടുക്കുന്നത് അനൗൺസ് ചെയ്യുന്നത് കേട്ടപ്പോഴേ ഞങ്ങൾ പിന്നെ പോയിട്ട് അത് വാങ്ങിക്കാനാണ്. ഇതുപോലെ ഒരു കുഞ്ഞു താലുണ്ടായിരുന്നേ. അത് മാത്രമല്ല പിന്നെ സഹസ്രനാമത്തിന്റെ ചെറിയൊരു ബുക്ക് ഉണ്ടായിരുന്നു. അതും മാത്രമല്ല പിന്നെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു. മണ്ണിന്റെ ഒരു കുഞ്ചി. ഇതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എന്തായാലും ഗിഫ്റ്റ് ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.